friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ whipping cream ബീറ്റ് ചെയ്യാനാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ക്രീം വിപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനു പറ്റിയ ഒരു ബെസ്റ്റ് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നർ മതി ഈ ക്രീം വിപ്പ് ചെയ്യാൻ. ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത കണ്ടെയ്നറാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നറിലോട്ട് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് കുളമാക്കരുത്, അതൊന്നും ഒരിക്കലും ബീറ്റായിട്ട് വരില്ല. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു, കാണാത്തവർ ആ വീഡിയോ കാണണം. ഇനി നമുക്കിത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ഏകദേശം 5 മിനിറ്റ് ഇതുപോലെ നിങ്ങൾ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 5 മിനിറ്റ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, ഇപ്പോൾ തന്നെ നല്ല ക്രീം രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്നുകൂടി ഫ്രീസറിലോട്ട് വെക്കണം. ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂർ കൂടി ഫ്രീസറിലോട്ട് വെച്ച് ഒന്നുകൂടി ഷെയ്ക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇതുപോലെ ഷെയ്ക്ക് ചെയ്യാം. മൊത്തം ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അരമണിക്കൂർ ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് ഷെയ്ക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് നമ്മുടെ ക്രീം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ ഇലക്ട്രിക് ബീറ്റർ വെക്കുന്ന അത്രയും വിപ്പായി വരില്ല, ഏകദേശം ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രീസറിലോട്ട് വെക്കാം. നിങ്ങളിത് എപ്പോൾ ചെയ്താലും രാത്രി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ ഒരു നൈറ്റ് ഫുള്ള് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ക്രീമാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ക്രീം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇനി മുതൽ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് വീട്ടിൽ ഇലക്ട്രിക് ബീറ്ററിൻ്റെ സഹായമില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ഈ റെസിപ്പി ചോദിച്ചിരുന്നു, അവർക്കെല്ലാവർക്കും ഞാനിത് സമർപ്പിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.